മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശരിക്ക് ആത്മീയതയും ഭാരതീയ പൈതൃകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് പൊളിറ്റിക്സ് ഇത്രയധികം പറയണോ എന്ന്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ പ്രവർത്തകരും 3 വാക്കുകളിലാണ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, പറയണം. വർത്തമാനത്തെ കാലത്തെക്കുറിച്ച് പഠിക്കണം, പറയണം. ഭാവി കാലത്തെക്കുറിച്ച് പഠിക്കണം, പറയണം. അതിൽ ഏത് വിഷയം എന്നുള്ളതില്ല. ചിലത് ഇൻഫർമേഷൻ ആയിരിക്കും, ചിലത് നോളജ് ആയിരിക്കും, ചിലത് എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലത് വിസ്ഡം ആയിരിക്കും, ചിലത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. ഇൻഫർമേഷൻ ആകാം, നോളജ് ആകാം, വിസ്ഡം ആകാം, എക്സ്പീരിയൻസ് ആകാം, ലൈഫ് ആകാം. അതിൽ പൊളിറ്റിക്സ് എന്നോ എക്കണോമിക്സ് എന്നോ ലോട്ടറി ടിക്കറ്റ് എന്നോ ആത്മീയത എന്നോ വ്യത്യാസമില്ല. എല്ലാം പരസ്പരം പൂരകമാണ്. അതുകൊണ്ട് ഈ വിഷയം ഞാനിന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, ഇലക്ഷൻ നടന്നപ്പോൾ കുറേ അധികം സ്റ്റേറ്റുകളിൽ ഒരു പാർട്ടിയും ഒരു സ്റ്റേറ്റിൽ വേറൊരു പാർട്ടിയും വന്നു. ഡൽഹി ഇലക്ഷൻ നടന്നപ്പോഴും വേറൊന്ന് സംഭവിച്ചു. ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഗംഭീരമായിട്ട് ചലഞ്ച് ചെയ്യാൻ ഒരുമിച്ച് വന്നു. മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും മന്ദബുദ്ധി അല്ലാത്തവരും ഒരുമിച്ച് വന്നു. ഇന്നലെ A.K. ആന്റണി പറഞ്ഞ മാതിരി തന്നെ ആ പേപ്പറുകൾ വലിച്ചു കീറണം എന്ന് പറഞ്ഞിരുന്നു. ഗോവധ നിരോധനത്തിന്റെ അവനവന്റെ നേതാവായിട്ടുള്ള ഈ നാട് ഇത്രയും കാലം പഠിച്ചു മുടിച്ചവന്റെ അവസാനത്തെ തലമുറയായിട്ടുള്ളവൻ കോൺഗ്രസ്സുകാർ പാസാക്കിയത് തന്നെ വലിച്ചു കീറി ശീലിച്ചവരാണ്. ഇന്നലെ തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ കൂഴച്ചക്ക മാതിരി നടന്നു വന്നപ്പോൾ ആലോചിച്ചു, കുറച്ചു കാലം കിടക്കേണ്ട വിധി ഉണ്ടാവണം. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് ഒന്നും ചെയ്യാതെ ഈ നാടിനെ ഇത്രയും അധികം കുത്തുവാളെടുപ്പിച്ച ഒരു മനുഷ്യൻ. ഇതിന് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഏതായാലും ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വന്ന് ഭാരതത്തിന്റെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ പുറകിലോ മുമ്പിലോ ഒരു മനുഷ്യനും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് കരിവേപ്പിലയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് ആരെയോ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആ സീനൊക്കെ കണ്ടു. ഗവൺമെന്റ് ചെലവിൽ അവനവന്റെ ശരീരത്തിനകത്തെ മൊത്തം സർജറി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്കും നടത്തി അത്രയും പൈസ ലാഭിച്ചൊരു മനുഷ്യനും കൂടിയാണ് ഈ നാടിന്റെ ഡിഫൻസ് സിസ്റ്റത്തെ ഇത്രയും അധികം തകർത്ത് തരിപ്പണമാക്കി വെറുതെ അല്ല ഈ ടെലിക്കാരിയും അയാളുടെ തന്നെ മതത്തിലോ ജാതിയിലോ ഒക്കെ പെറ്റ പാർട്ടികളും കൂടി ചേർത്ത് ഇന്ത്യയെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വിദേശികളുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള പഴയ ആൾക്കാരുടെ ശ്രമത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് തോന്നത്തക്ക വിധത്തിൽ ചിലതൊക്കെ സംഭവിച്ചപ്പോ അവനവന്റെ പാർട്ടി ഭാരതത്തിൽ നിന്ന് മൊത്തത്തില് കോൺഗ്രസ് ലെസ് ഇന്ത്യ, വൈപ്പിംഗ് ഔട്ട് കോൺഗ്രസ് ഫ്രം ഇന്ത്യ എന്നുള്ളത് കേട്ടിട്ടൊന്നും ചളിപ്പ് തോന്നട്ടില്ല. ഇനിയും ഞങ്ങൾ തന്നെ വരുമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നവരെ ഉൾപ്പെടെ EVM ചലഞ്ച് അവസാന തീയതി ഇന്നെന്ന് പറഞ്ഞാല് 27, ഇന്നലെ തന്നതാണ്. അവസാന തീയതി മെയ് 27. ഇതുവരെ ആരും അപേക്ഷിച്ചില്ല. ഇത് ഏതിലാ വന്നറിയോ? www.manorama.online.com. മനോരമ ന്യൂസാണ്, പിന്നെ മലയാളികൾക്ക് പരിചയമുള്ളതാണ്. വേർ ആർ യു മോറോൺ സുഡാപ്പി കമ്മ്യൂണിസ്റ്റ് സുഡാപ്പി ആൻഡ് കേജു ഫ്രീക്ക്, ദിസ് റിപ്പോർട്ട് ഈസ് ഡെഡിക്കേറ്റഡ് ടു യു. അത് ആരുടെ വരിയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മലയാളികളുടെ വരിയാവാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു വരികളൊന്നും മലയാളികൾക്ക് എഴുതാൻ പറ്റില്ല. എന്റെ ചുവട്ടില് EVM ചലഞ്ച് അവസാന തീയതി ഇന്ന്. EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ശുദ്ധ തട്ടിപ്പും BJPക്കാർ അവരുടെ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിലും എന്നും ഏത് ബട്ടൺ അമർത്തിയാലും താമരയ്ക്കേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചലഞ്ച് കൊടുത്തിരുന്നത് ഈ ഇലക്ഷൻ കമ്മീഷണർക്ക്. ആ ചലഞ്ച് പരിശോധിപ്പിക്കാനായിട്ട് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് പ്രിന്റഡ് നോട്ട് കൊടുത്തിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിച്ചിരുന്നു. ഇനി അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ന്യൂഡൽഹി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന EVM ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള അപേക്ഷയുടെ അവസാന തീയതി മെയ് 27. എന്നാൽ ഇതുവരെയും ആരും അപേക്ഷ നൽകിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടക്കുന്നു എന്ന ആരോപണം ഔദ്യോഗികമായി തെളിയിക്കാനാണ് വെല്ലുവിളി. അംഗീകാരമുള്ള
7 ദേശീയ പാർട്ടികളെയും 49 സംസ്ഥാന പാർട്ടികളെയും ചലഞ്ചിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചിരുന്നു. മാതൃഭൂമിയിലോ ഏതോ ഒരെണ്ണത്തിൽ വന്നിരിക്കുന്ന ചെറിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് NCP മാത്രം വരാമെന്ന് അറിയിച്ചു എന്ന് കേട്ടു. ഇലക്ഷൻ കമ്മീഷൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു എന്ന ഒരു വാർത്ത ഏതോ ഒരു വാർത്തയിൽ കണ്ടിരുന്നു. അപ്പൊ അവരൊഴിച്ച് ബാക്കി ആരും വന്നില്ല. 7 ദേശീയ പാർട്ടികളെയും 49 സംസ്ഥാന പാർട്ടികളെയും ചലഞ്ചിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചിരുന്നു. പാർട്ടികളിൽ ആരും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ജൂൺ 3 ആരംഭിച്ച 5 ദിവസം നീണ്ടു നിൽക്കുന്ന EVM ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് 26 വൈകിട്ട് 5 മണിക്ക് മുമ്പ് അപേക്ഷ നൽകണമെന്നാണ് നിർദ്ദേശം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉന്നയിച്ചത് ആം ആദ്മി പാർട്ടി ആയിരുന്നു. ചലഞ്ചിന് വയ്ക്കുന്ന മെഷീനുകളുടെ മദർ ബോർഡിൽ മാറ്റങ്ങൾ വേണമെന്ന AAPയുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഒറിജിനൽ വോട്ടിംഗ് മെഷീൻ ആവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മുൻപ് ഡൽഹി നിയമസഭയിൽ AAP വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്ത് കാണിച്ചിരുന്നു. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതല്ലെന്നായിരുന്നു കമ്മീഷന്റെ വാദം. ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചിരുന്നു. ജൂൺ 3 മുതൽ നടക്കുന്ന ചലഞ്ചിൽ പാർട്ടികൾക്ക് 3 പേരുടെ ഒരു ടീമിനെ വീതം പങ്കെടുപ്പിക്കാം. വിദേശത്ത് നിന്നുള്ള വിദഗ്ധർക്കും വിലക്കുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിൽ 4 എണ്ണം വീതം ഓരോ ടീമിനും തിരഞ്ഞെടുക്കാം. കൃത്രിമം കാട്ടാമെന്ന് തെളിയിക്കാൻ 4 മണിക്കൂർ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് മലയാള മനോരമയുടെ ഉഗ്രനായിട്ടുള്ള ഒരു ന്യൂസാണ്, വളരെ ഗംഭീരമായിട്ടും. ഏതായാലും ഗോപാലകൃഷ്ണനെതിരെ കുറ്റം ആരോപിക്കുന്ന പോലെ, മോദിക്കെതിരെ കുറ്റം ആരോപിക്കുന്നത് പോലെ, RSSനെതിരെ കുറ്റം ആരോപിക്കുന്ന പോലെ കുറെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാനും ഞങ്ങൾ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും അല്ലെന്ന് ജനങ്ങൾ തെളിയിച്ചതിനെതിരെ കൗണ്ടർ ചെയ്യാനും കിട്ടുന്ന ഓരോ അവസരവും വാക്കും പ്രവർത്തികളൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുക. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും വേറെ കൃത്യമായിട്ട് അങ്ങോട്ട് മാറ്റാം. ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ 4 മാസങ്ങൾക്ക് മുമ്പ് ഈ കാലികളെ ചന്തകളിൽ വിൽക്കുന്നതിനെ നിരോധിച്ചുകൊണ്ട് ഉള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം കൊടുത്തിരുന്നു, നിരോധിക്കാൻ പോകുന്നതിനെ കുറിച്ച്. അതിൽ അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ജസ്റ്റ് നോക്കാം, ഗസറ്റ് വിജ്ഞാപനമാണ്. ഈ ഗസറ്റ് വിജ്ഞാപനത്തില് ഡോക്ടർ സംഗീത രവീന്ദ്രൻ, ഞാൻ വിഷയം മാറിപ്പോയതല്ല, 4 മാസം ഗസറ്റിലിട്ടിട്ടും കരട് ആരും കണ്ടില്ല. കാലിച്ചന്ത നിയന്ത്രണം, ഇടുക്കി വിവാദമായ കാലിച്ചന്ത നിയന്ത്രണ ചട്ടത്തിന്റെ കരട് രൂപം നാല് മാസം ഗസറ്റിൽ കിടന്നിരുന്നു. ആരും കണ്ടതായി നടിച്ചില്ല. ആ തീരുമാനത്തിന് ഒന്നും പറഞ്ഞതുമില്ല. ഉത്തരവിറങ്ങിയപ്പോൾ ബീഫ് ഫ്രൈ നടത്തി വിഭാഗീയത പ്രവർത്തിപ്പിക്കാൻ കളമൊരുക്കുന്നു. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇതിന് വളരെ ചെറിയ അക്ഷരമായതുകൊണ്ട് എന്നെ കണ്ണിൽ പിടിക്കുന്നില്ല. അറിയണം നമ്മൾ ഇവിടെ നടക്കുന്നത് ഓരോന്നും. ശരിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഗംഭീരമായിട്ട് ആരെങ്കിലുമൊക്കെ ഇത് പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ ഈശ്വര, ഇത് പുറത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? പത്രമാധ്യമങ്ങൾ പലപ്പോഴും ഇതൊന്നും അറിഞ്ഞു എന്ന് വരില്ല. ഇനി വേറൊന്നുകൂടി വായിക്കണം, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വായിക്കാനുള്ളതാണ്. അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് യുവ നേതാവ് റിയാസ് ബീഫ്, ഡിവൈഎഫ്ഐയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് റിയാസ് ബീഫ്, റിയാസ് ഒന്നുകൂടി വായിക്കാം. അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് യുവ നേതാവ്, ഡിവൈഎഫ്ഐയുടെ യുവ നേതാവ് റിയാസ് ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഘോരഘോരം പ്രസംഗിച്ചെങ്കിലും ബീഫും ചപ്പാത്തിയും കഴിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഓന്റെ നൊയമ്പ് ഇന്ന് തുടങ്ങിയത്രയും, റംസാന്റെ നൊയമ്പ് തുടങ്ങിയത് കൊണ്ട് അദ്ദേഹം ചപ്പാത്തി ബീഫും കഴിച്ചില്ല. ഹിന്ദു സഖാക്കൾ അപ്പോഴും ഗോമാതാവിനെ അറക്കുന്ന തിരക്കിലായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്, നല്ല വരികൾ, ഗംഭീര വരികൾ. അറിയണം, ഓരോ മുസ്ലിമും ഇസ്ലാമിന്റെ വരിയിലൂടെ ജീവിക്കുമ്പോൾ, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയുടെ വഴിയിലൂടെ ജീവിക്കുമ്പോൾ ശരിക്ക് ധന്യരായ അച്ഛനമ്മമാർക്ക് ജനിക്കാത്ത എന്ന് ഞാൻ പദപ്രയോഗം 2-3 പ്രാവശ്യം നടത്തിയതിൽ ദുഃഖമുണ്ട്. അതല്ലാണ്ട് പിന്നെ ഏത് വാക്കാ ഉപയോഗിക്കുക? ഈ കയ്യടി കിട്ടാനും പുരോഗമനം കാണിക്കാനും ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ എതിർക്കാനും
പുരോഗമനവാദിയാണെന്നൊക്കെ വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് പച്ചയ്ക്ക് പശുവിനെയും ആടിനെയും പോത്തിനെയും കാളയെയും അറുത്ത് റോട്ടിൽ വെച്ച് അറുത്ത് അതിൻ്റെ ഇറച്ചിയെടുത്ത് അത് വേവിച്ച് തിന്നുമ്പോൾ ഉദ്ഘാടനം ചെയ്തവന് നൊയമ്പായിരുന്നു. ഹിന്ദുക്കൾക്ക് ഈശ്വരവിശ്വാസം പാടില്ല, ക്രിസ്ത്യാനിക്ക് മുസ്ലിമും ആവാം. ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകാൻ പാടില്ല, ക്രിസ്ത്യാനി മുസ്ലിമും പോകാം. ഹിന്ദുക്കൾ എന്ന് പറയരുത്, ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും അത് പറയാം. യഥാർത്ഥത്തില് ഇതുങ്ങളൊക്കെ ചത്തൊടുങ്ങിയാൽ ഭാരതം പുണ്യമാവുള്ളൂ. കഴിയുന്നതും വേഗം അത് സംഭവിക്കട്ടെ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നത് ദേഷ്യം കൊണ്ടല്ല, ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. പ്രണാമം, നമസ്കാരം.